ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുന്നുവെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉള്ള വേക്കൻസികൾ ജൂൺ 22 പ്രസിദ്ധീകരിക്കും. ജൂൺ 28 രാവിലെ 3 മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിച്ച് തുടങ്ങാം. ഓരോ സ്കൂളിലെ വേക്കൻസി മനസ്സിലാക്കി വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ അപേക്ഷിക്കുക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഇനിയൊരു അപേക്ഷ റദ്ദായി പോവാതിരിക്കാനും നിങ്ങൾക്ക് പെട്ടെന്ന് അലോട്ട്മെൻറ്റ് കിട്ടാനും സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്ന, അതായത് ഇപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ചിലർ വിട്ടുപോയിട്ടുണ്ടാകും. ഇനിയും അപേക്ഷിക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇനി പുതുതായി അപേക്ഷ കൊടുക്കാൻ ഇതുകൊണ്ട് സാധ്യമാകും. പിന്നെ എന്തെങ്കിലും അപേക്ഷയൊക്കെ അയച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ വന്നിട്ട് ഈ അപേക്ഷ റദ്ദായി പോയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർക്കും ഈ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിലവിലെ അപേക്ഷകൾ പുതുക്കി സമർപ്പിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നതിന് അപേക്ഷ പുതുക്കി നൽകാം. പിന്നെ ഒന്നേന്ന് നിങ്ങൾ ഈ അപേക്ഷ പുതുക്കി നൽകണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചു, പക്ഷേ നിങ്ങൾ കുറേ തെറ്റായ വിവരങ്ങളൊക്കെ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ പ്രവേശനമൊക്കെ റദ്ദായി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ അപേക്ഷ തിരുത്തി അപേക്ഷ സമർപ്പിക്കാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് കിട്ടുന്നൊരു വമ്പൻ ചാൻസാണിത്. ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പായിരിക്കും. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ വർഷം +1 പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലിസ്റ്റിനുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സൈറ്റിൽ കയറി നോക്കി HSSC ക്യാബിൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾ പാഴാക്കിക്കുക. നന്ദി, നമസ്കാരം.